കോടാലി ചവിട്ടിക്കൊണ്ട് വെച്ചതാ. വെച്ചപ്പോൾ മധ്യസ്ഥ അണയ്ക്കുന്ന രക്തം കൊടുത്തവൻ പറഞ്ഞു, വെട്ടല്ല്, കോവിഡോ ഒമിക്രോണോ ഒക്കെ വരട്ടെ, ഈ വർഷം വെട്ടല്ല്, ഞാൻ 1 വർഷം കൂടെ കിളച്ച് ചുറ്റും കിളച്ച് വളമിടാം, കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കെട്ടിയ 8 രൂപയുടെ മാസ്കിൻ്റെയോ 35 രൂപയുടെ സാനിറ്റൈസറിൻ്റെ ഒന്നും ഗുണമാണ് വിചാരിക്കരുത്. നീ അറിയാതെ ആരൊക്കെയോ മധ്യസ്ഥ അണച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതീക്ഷ ഒന്നേ ഉള്ളൂ. ഈ നല്ല മുന്തിരിത്തോട്ടത്തിൽ ഏതെയോ കാലായിലോ ചന്തസ്ഥലത്തോ വേലിക്കരികിലോ മെനക്കെട്ട് നിന്ന് നിന്നെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് നട്ടതാ, ഫലം കായ്ക്കുമെന്ന് വിചാരിച്ച്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഫലം കായ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ദൈവദാസൻ സാം ഓർപ്പിച്ചത് മാനസാന്തരപ്പെടണമെന്നാ. നിന്റെ ജീവിതം എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല, അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണമെന്നാണ് ഇവിടെ പ്രസംഗിച്ച് നിർത്തിയേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു കാര്യം പറഞ്ഞു. പീലാത്തോസ് കുറെ ഭക്തന്മാരുടെ ചോര യാഗത്തോട് ചേർത്തു. അവര് ശേഷം ഇന്ന് രാത്രി യോഗം കേൾക്കുന്ന എല്ലാവരേക്കാൾ പാപിയാന്ന് നിങ്ങൾ ധരിക്കല്. ഞാൻ പറഞ്ഞാൽ യേശു പറഞ്ഞതാ, ധരിക്കരുത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ, ബാക്കി നിങ്ങൾ പറ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് കർത്താവ് ആ സമയത്ത് നടന്നൊരു വലിയ സംഭവം. ശീലോഗാമിൽ ഉയർന്നു നിന്നൊരു ഗോപുരം വീണ് 18 പേര് തൽക്ഷണം മരിച്ചുപോയി. അവർ ശേഷം ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരെക്കാൾ പാപിയായതുകൊണ്ടല്ല, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്നെയും അതുപോലെ നശിപ്പിക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് സമാപന രാത്രിയിലും വടക്കേണ്ടിയിൽ നിന്ന് ഇവിടെ ശുശ്രൂഷിച്ച ഒരു അഭിഷക്തന്റെ മകനെ വിട്ട് പറയിപ്പിച്ചു, എന്റെ പൊന്നു കൂടപ്പിറപ്പേ, മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആൾ മാറി സ്റ്റേജിൽ കയറിയാലും പ്രസംഗ വിഷയത്തിന് മാറ്റമില്ല. യോഹന്നാൻ മാറി യേശു രംഗത്ത് വന്നാലും പ്രസംഗ വിഷയത്തിന് മാറ്റമില്ല. യോഹന്നാൻ ഒറ്റ വിഷയമേ ഉള്ളൂ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. യോഹന്നാന്റെ ശിരസ് വെട്ടി മാറ്റിയപ്പോൾ യേശു രംഗത്ത് വന്നു. യേശു ഒറ്റക്കാര്യം പ്രസംഗിച്ചു, അല്ലയോ മാനസാന്തരപ്പെടുക. ഇന്ന് രാത്രി 2021 വർഷം കഴിഞ്ഞ് പാവപ്പെട്ട PC ചെറിയാൻ പാസ്റ്റർക്ക് വേറൊന്നും പ്രസംഗിക്കാനില്ല, മാനസാന്തരപ്പെടുക. സാമിന് വേറൊന്നും പ്രസംഗിക്കാനില്ല, മാനസാന്തരപ്പെടുക. എത്ര പേര് ഉള്ളത്തിൽ കൊതിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെടണം എന്ന് കൊതിക്കുന്നവര്, മാനസാന്തര ഫലം കായ്ക്കണം എന്ന് കൊതിക്കുന്നവര് ഒന്ന് കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അഭിഷേകത്തോടെ അന്യഭാഷയിൽ ദൈവകൃപ ഏറ്റെടുത്ത് വേർപാടിന്റെയും വിശുദ്ധിയുടെ അനുഭവത്തോടെ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ദൈവാത്മാവ് കൊതിക്കുന്നത് ശേഷിച്ചിരിക്കുന്ന നാം വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ദിവസങ്ങളിൽ വിശുദ്ധിയെ തികച്ച് വിശ്വാസത്തിന്റെ പൂർണ്ണത പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച ഓട്ടം സ്ഥിരതയോടെ ഓടി ഓട്ടം തികയ്ക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കല്ലുമല ചർച്ചകോട് സഭയെ ശക്തമായി ദൈവം ഈ ദിനങ്ങളിൽ ഉപയോഗിക്കട്ടെ. തികഞ്ഞ വേർപാടും വിശുദ്ധിയും ദൈവവചനത്തിൽ കടുകിട മാറ്റമില്ലാതെ നിന്ന ഒരു മുതിർന്ന തലമുറ ഇവിടെ ഇരിപ്പുണ്ട്. ചിലരൊക്കെ നിത്യതയിലേക്ക് മറഞ്ഞു. അവർ കാണിച്ച ആ വലിയ നല്ല പാതയെ പിൻപറ്റുവാൻ നല്ലൊരു മാതൃക അവർ വെച്ചിരിക്കുകയാണ്. അത് പിൻപറ്റുവാൻ കൊതിക്കുന്നവരൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ കരസ്വർഗം ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
ഞാൻ അല്പനിമിഷങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വേദഭാഗം, ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അടുത്ത വാക്യം കൂടെ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, കഴിഞ്ഞ 2 വർഷങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചിങ്ങനെ കൂടി വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ഈ വർഷം ആ സ്ഥിതിക്കൊരു മാറ്റം വരുത്തി ഞങ്ങളെ തമ്പുരാൻ കൂട്ടി വരുത്തിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് ദൈവം സംസാരിക്കണമേ. ദൈവവചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായിട്ട് ഈ രാത്രി തുറക്കണമേ. അങ്ങയുടെ മഹത്വം ഈ രാത്രി ഞങ്ങളുടെ മധ്യയെ വെളിപ്പെടുത്തണമേ. 7 ക്രൂശിനെ മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. ആ ഫാൻ ഒന്ന് തിരിച്ചു വെക്കാം. ഇതല്ലെങ്കിൽ നിർത്തിയാലും മതി. ഇതങ്ങ് നിർത്തിയാലും അല്ലേ? താങ്ക് യു. വളരെ ശ്രദ്ധേയമായൊരു വേദഭാഗമാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എനിക്ക് നൽകിയത്. ഇവിടെ ഇരിക്കുന്ന മറ്റാരേക്കാളെങ്കിലും അധികം യോഗ്യത ഒന്നുമില്ലാത്ത ഒരാളാണ്. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് യാതൊരു നിലയിലും ബന്ധമില്ലാതെ ആ പാപികളിൽ ഒന്നാമനായി ജീവിച്ച ഒരിടത്തു നിന്ന് കൃപയാൽ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു. ഈ നല്ല മുന്തിരിത്തോടൽ അധ്വാനിപ്പാനുള്ള ഭാഗ്യവും പദവിയും ദൈവം തന്നു. ഇന്ന് രാത്രി വരെ വീഴാതെ നിർത്തിയേക്കുന്നു. പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. അതുകൊണ്ട് വലിയ പ്രാർത്ഥന എനിക്കിന്ന് രാത്രി നിങ്ങളുടെ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. 9-ാമത്തെ വാക്യം നമ്മളിവിടെ വായിച്ചു. സകല നാമത്തിലും മേലായ നാമം നൽകി. അടുത്ത വാക്യം ലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നിരവധി പ്രാവശ്യം നാം വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ശക്തമേറിയ ഒരു വാക്യമാണ് അല്പ നിമിഷങ്ങളെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത്. ഇന്ന് നാമങ്ങളുടെ ബഹളമാണ്. നമുക്കറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സാമൂഹിക അകലം പാലിക്കുക, ക്വാറന്റൈൻ ഇരിക്കുക, സാനിറ്റൈസർ പുരട്ടുക, മാസ്ക് കെട്ടുക, RT-PCR എടുക്കുക. ഇതൊന്നും നമ്മൾ കേട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം 2 വർഷം കൊണ്ട് നമ്മുടെ പിള്ളേർ വരെ എല്ലാവരും പഠിച്ചു. ഞാൻ ഇന്നലെ ഒരു 2 വയസ്സുള്ള കുഞ്ഞിനോട് അടുക്ക ചെന്നപ്പോൾ അവൻ മാസ്ക് കെട്ടിയേക്കുക. വർത്താനം അങ്ങോട്ട് പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അടുക്ക കൈ കൊടുക്കാനായിട്ട് ചെന്ന് പറഞ്ഞു, കൈ വേണ്ട, കോവിഡ് വരുമെന്ന് പറഞ്ഞു. 2 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞിന് വരെ
ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത് പോലെ നാമങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ഒമൈക്രോൺ അല്ലേ, ഒമിക്രോൺ, നമ്മളങ്ങനൊരു വാക്ക് കേട്ടിട്ടില്ല. നമ്മൾ ഗ്രീക്ക് പഠിച്ചപ്പോഴോ ഹീബ്രു പഠിച്ചപ്പോഴോ ഒന്നും അങ്ങനെ നമ്മളെ പഠിപ്പിച്ചില്ല. പക്ഷെ നമ്മൾ പുതിയ ഒരെണ്ണം കേട്ടു. അടുത്ത ആഴ്ചയിൽ ഏത് പേരാ പഠിക്കാൻ പോകുന്നത് ഒരു നിശ്ചയം നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുവായാലും ആൽഫബറ്റിക് ഓർഡറിലുള്ള മുഴുവൻ വാക്കുകളും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ വലിയ സകല നാമത്തിലും മേലായ നാമം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്ന് രാത്രി മറ്റെന്തിനേക്കാളും ആ നാമത്തെ ഉയർത്തുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ്. എത്ര പേർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ട്? ഒന്ന് പറയുമോ? സകല നാമത്തിലും മേലായ നാമം. പത്രോസ് പിറവിയിലെ മുടന്തനായി ഏകദേശം 40 വയസ്സിലധികം പ്രായമുള്ള നാട്ടുകാർ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സ്നേഹിത, നീ വിചാരിക്കുന്ന നാണയത്തുട്ടുകളോ വെള്ളിയോ പൊന്നോ ഒന്നും ഞങ്ങളുടെ പക്കലില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട്. നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കാലിന്റെ നരിയാണിയിൽ ഗർഭത്തിൽ കിടക്കുമ്പോ പിശാച് കെട്ടിയ കെട്ട് നാമത്തിന്റെ ശക്തിയാൽ അഴിച്ചെങ്കിൽ ഇന്ന് രാത്രി നാമത്തെ ഉയർത്തുമ്പോൾ അഴിയാത്ത ഒരു കെട്ടുകളുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന നാമത്തിന്റെ അർത്ഥം നമുക്കെല്ലാം അറിയാം, രക്ഷകൻ എന്ന. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ എന്ന. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവനെന്ന. ഇവിടെ പൗലോസ് പറയാണ്, യേശു ക്രിസ്തു കർത്താവ് എന്ന് സകല നാവും ഒരുപോലെ പറയുന്ന ഒരു ദിവസം വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സകല നാമത്തിലും മേലായ നാമമായ യേശു ക്രിസ്തു കർത്താവ് എന്ന് പറഞ്ഞാൽ അഭിഷക്തനായ രക്ഷകൻ, നിന്റെ കർത്താവെന്ന് സകല നാവും ഏറ്റുപറയുന്ന ഒരു ദിവസം വരുമെന്ന് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ ധന്യനായ ശ്രേഷ്ഠനായ പൗലോസ് ലീഗ പറഞ്ഞെങ്കിൽ ഈ ദിനങ്ങളിൽ നമ്മുടെ കാതുകൊണ്ടത് കേൾക്കുമെന്ന് അന്തരാത്മാവിൽ വിശ്വസിക്കാൻ കൃപയുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ നാമത്തെ ഒന്ന് ഉയർത്തിക്കേ. ഇന്ന് രാത്രി ഉയർത്താൻ ഒരു നാമമുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന നാമം, നിന്റെ രോഗം സൗഖ്യമാക്കാൻ കഴിയുന്ന നാമം, നിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന നാമം, നിന്റെ കുടുംബത്തിന്റെ ശൂന്യതകളെ മാറ്റാൻ കഴിയുന്ന നാമം, നിന്റെ തലമുറയ്ക്ക് വഴി തുറക്കാൻ കഴിയുന്ന നാമം, നിന്റെ സകല കെട്ടുകളെ അഴിക്കാൻ കഴിയുന്ന നാമം ഈ രാത്രി യേശുവിന്റെ നാമമാ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കാതെ അകത്തളങ്ങളിൽ ആത്മശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ റബല മനഗദുരജാലക ശൈഡ പ്രമനാദരാജന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയമാണ്. ഇന്നത്തെ ദിവസം വളരെ ചരിത്ര പ്രസിദ്ധമായി ലോകം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഉലകത്തിൽ ജനിച്ചപ്പോൾ ആ കാര്യം ഏറ്റവും ആദ്യം ചെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും പ്രമുഖരായ ആളുകളോടല്ല. അങ്ങ് വനാന്തരങ്ങളിൽ ഉപജീവനത്തിന് വേണ്ടി ആരുടെയോ യജമാനന്മാരുടെ ആടുകളെ മേയിച്ചിട്ട് തണുപ്പത്ത് രാത്രിയിൽ ഹോശാലയിൽ കൊണ്ട് ആടുകളെ കയറ്റിയിട്ട് അതിന്റെ വാതുക്കൽ കാവൽ കിടക്കുന്ന ഒരു കൂട്ട ഇടയന്മാരെ വിളിച്ചിട്ട്
സ്വർഗത്തിന്റെ ദൂതൻ ഒരു കാര്യം പറഞ്ഞു, രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആടുകളെ രക്ഷിക്കുന്ന ഇടയന്മാരോട് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഹല്ലേലൂയ. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള, എല്ലാവരും ഒന്ന് പറഞ്ഞേ, മഹാ സന്തോഷം. ഇന്ന് രാത്രി ജനറൽ കൺവെൻഷന്റെ സമാപന രാത്രിയായിട്ടും ആരുടെ മുഖത്തും വലിയ സന്തോഷമൊന്നുമില്ല. സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമം പറഞ്ഞിട്ടും മുഖത്ത് സന്തോഷമില്ല. പക്ഷെ യേശു ജനിച്ചപ്പോൾ ദൂതന് കൈമാറാനുള്ളത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം. ഈ രാത്രി എത്ര പേരുടെ അകത്ത് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഈ നാമമാണ് നിന്നെ ഉയർത്തിയത്, ഈ നാമമാണ് നിന്നെ വിടുവിച്ചത്. ഹല്ലേലൂയ. ഓ റബലമനഗ ശബ്ദരാധര റൗഷാരമന റിഗൽകനാധര. ഹല്ലേലൂയ. നാമത്തിന്റെ ശക്തി ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഇത് ലൈവായി കാണുന്നവരുടെ കൂടാരങ്ങളിൽ ആ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഓ റിബല ബാബാ ബാബാ. ഹല്ലേലൂയ. Praise the Lord. ഇത് പാവപ്പെട്ട കുറെ സാധുവർഗക്കാരായ ആട്ടിടയന്മാര് മാത്രം അറിയേണ്ട കാര്യമല്ലല്ലോ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ലോകത്തെ, ആകാശ ഗാലക്സികളിലെ ചെറുതും വലുതുമായ രഹസ്യങ്ങളെ സൂക്ഷ്മമായി നോക്കി പഠിക്കുന്ന വിദ്വാൻമാരുടെ അടുക്കൽ തമ്പുരാൻ നക്ഷത്രം കാണിച്ചു പറഞ്ഞു, വിദ്വാൻമാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി വർഷങ്ങളായി സൂക്ഷ്മമായി പഠിക്കുന്നെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രം കണ്ടോ? എന്നാ സംഭവം എന്നറിയാമോ? യേശു ക്രിസ്തു കർത്താവ് എന്ന രക്ഷകനായ അഭിഷക്തൻ നമുക്കായി ജനിച്ചിരിക്കുന്നു. അതിന്റെ അടയാളമാണ്. അങ്ങനെയാണെങ്കിൽ ആട്ടും തൊഴുത്തി കിടക്കുന്ന ഇടയന്മാരോട് പറഞ്ഞ അതേ രാത്രിയിൽ ശ്രേഷ്ഠന്മാരായ സർവജ്ഞാനികളായ വിദ്വാൻമാരോട് ആ കാര്യം അറിയിച്ചെങ്കിൽ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അതേ വിദ്വാൻമാര് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ അറിയിച്ചെങ്കിൽ ഇത് കുടില് മുതൽ കൊട്ടാരം വരെ അറിയിക്കാൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ഇന്ന് രാത്രിയിൽ സകല നാമത്തിനും മേലായ നാമം, അഭിഷേകത്തോടെ അല്പനിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. കുടില് മുതൽ കൊട്ടാരം വരെ അറിയിക്കാൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ, praise the Lord, praise the Lord, praise the Lord. ഈ നാമം, praise the Lord, എന്തുവാ എൽ ഷദായി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? സർവശക്തൻ. അതിന്റെ ശരിയായ പരിഭാഷ യേശു ക്രിസ്തു കർത്താവെന്ന. എൽ ഷദായി എന്ന സർവശക്തൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം രൂപീകരിച്ചാൽ യേശു ക്രിസ്തു കർത്താവെന്ന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിന് അവൻ എൽ ഷദായി ആയെങ്കിൽ അങ്ങ് കൽദയ പട്ടണത്തിൽ വിഗ്രഹമുണ്ടാക്കുന്ന ഒരു മനുഷ്യനെ തമ്പുരാൻ പേര് ചൊല്ലി വിളിച്ചിട്ട് മെസപ്പൊട്ടോമിലെ ഊറിൽ നിന്ന് കൽദയനെ പൊക്കിയെടുത്ത് യൂഫ്രട്ടീസ് നദി കടത്തി, ടൈഗ്രീസ് നദി കടത്തി അക്കരെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൂടെ ഇറങ്ങി കയറി വന്നവൻ ദൈവശബ്ദം കേട്ടിട്ട് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് അക്കരെ കയറിയവൻ എന്ന അർത്ഥത്തിൽ എബ്രായൻ എന്ന പേര് കിട്ടിയവന് ദീർഘമായ വർഷങ്ങൾ കാത്തിരുന്ന് ഒരു മകനുണ്ടായി. അവൻ ഏകദേശം 10-20-25 പ്രായമായപ്പോൾ 125ഓളം വയസ്സുള്ള ആ ഭക്തനായ മനുഷ്യനെ വിളിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ സ്നേഹിക്കുന്ന ഈ ഏകജാതനെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ നീ യാഗം കഴിക്കണം. യാഗം കഴിക്കാൻ അപ്പൻ പൊട്ടുന്ന ഹൃദയവുമായി കാത്തു നോറ്റിരുന്ന് കിട്ടിയ മകനുമായി കയറി ചെല്ലുമ്പോൾ അവൻ അറിയാതെ, അവന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ മോറിയ മലയിൽ കരുതി വെച്ച് കണ്ട് അവൻ പറഞ്ഞു, ഇത് എൽ ഷദായി
മാത്രമല്ല, ഇത് യഹോവ ഈരയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രിയിൽ ഞാൻ ദൂത് കൈമാറുമ്പോൾ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു തന്നെ കർത്താവ്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ശൂന്യതകൾ വരുത്തുവാൻ കോവിഡിന് കഴിയുമെങ്കിൽ, തകർച്ചകൾ വരുത്തുവാൻ കോവിഡിന് കഴിയുമെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കരുതുന്ന ജീസസ്. ദൈവമക്കളെ ആരാധിച്ചോണം. എന്നാന്നറിയാമോ? നാളെ ചിലപ്പോൾ നിയമം മാറും. അടുത്ത വർഷം വെച്ചാൽ കൺവെൻഷൻ കാണുമെന്ന് പറയാനൊക്കത്തില്ല. ഇത് ഒത്തു കിട്ടിയതാണ്. ഞാൻ പിന്നെ ചെറുപ്പൊക്കെ പ്രസംഗിച്ചാ. മോളത്തെ വോട്ട് കൊടുത്തിട്ട് ഒരു 300 പേര്, താഴത്തെ വോട്ട് ചെയ്തൊരു 300 പേര്, ലൈവിൽ ഒരു 1800 പേര് എന്നേരം കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത വർഷം നമുക്ക് ഈ 300 പേർ കൂടാൻ ഒക്കുമെന്ന് അറിയത്തില്ല. അടുത്ത ആഴ്ച ഒക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം വീണ് കിട്ടിയ അവസരം വന്ന് കയറി നീ ആരാധിച്ചോണം. അങ്ങ് ലൈവായിട്ട് കാണുന്നവൻ വീട്ടിലിരുന്ന് ആരാധിച്ചോണം. നീ ലൈവ് ഓൺ ചെയ്ത് വെച്ച് പച്ചക്കറി എറിയാൻ പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. നീ ലൈവ് വെച്ച് വേറെ പ്രോഗ്രാമിൽ ആരാധിച്ചോണം. വല്ലപ്പോഴുമേ ഇതിനെ ഒക്കത്തുള്ളു കേട്ടോ. ഒത്തുകിട്ടിയ ഒരു അവസരം, ദൈവം തന്ന ശബ്ദത്തിൽ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെ ഇതിനകത്ത് പരമാർത്ഥതയോടെ ഒന്ന് ആരാധിക്കാൻ പോരാ. യഥാർത്ഥമായ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ഇതിനകത്ത് ഒന്ന് ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഓ, അരിയട്ടെ. ആരാധിക്കാൻ കഴിയാതെ കെട്ടിയ ചില പോരുകൾ ഇന്നത്തെ അരിഞ്ഞു മാറിയിട്ട് ഒരു ശക്തമായ ആരാധന ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഓ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. താഴ്വരയിൽ കടുത്ത യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിന് യാതൊരു പരിചയമില്ലാത്ത മിസ്രയീമിൽ അടിമകളായി കിടന്ന ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നൊരു തോന്നൽ നേതാവിനുണ്ടായപ്പോൾ നേതാവ് ചെയ്ത മാർഗം നേരെ മുകളിലോട്ട് കയറിയിട്ട് രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. കൈകൾ കുഴഞ്ഞപ്പോൾ രണ്ട് ഭക്തന്മാർ അടുക്ക വന്ന് ആ കൈയൊന്ന് താങ്ങിപ്പിടിച്ചപ്പോൾ താഴ്വരയിൽ പ്രതികൂല ശക്തികൾ പരാജയപ്പെട്ടു. വെല്ലുവിളിച്ചു വന്ന അന്ധകാര മണ്ഡലങ്ങൾ പരാജയപ്പെട്ടു. ഇന്ന് രാത്രിയിൽ നിനക്കെതിരെ യുദ്ധം ചെയ്തു വരുന്ന ആ പൈശാചിക പോരുകളെ ജയിക്കേണ്ടതിന് ദൈവത്തിന്റെ കൃപ. ഓ, Oh, Jesus, Jesus, Jesus. വില്ലൊടിച്ച് രഥം മറിച്ച് കുതിരകളെ തീയിലിട്ട് ചുട്ടോണ്ടിരിക്കുമ്പോൾ മലമുകളിൽ കൈ ഉയർത്തി നിൽക്കുന്ന മോശ പറഞ്ഞു, യഹോവ നിസി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ജയത്തിന്റെ കൊടി ഉയർത്തുന്ന ആരോടൊക്കെയോ ശക്തമായി പരിശുദ്ധാത്മ ഇടപെടുകയാ. നീ പരാജയപ്പെടുമെന്നും നിന്റെ തലമുറ പരാജയപ്പെടുമെന്നും ദൂതൻ വിധി പറഞ്ഞ സ്ഥാനത്ത് നിന്റെ ശുശ്രൂഷ പരാജയപ്പെടുമെന്ന് ദൂതൻ വിധി പറഞ്ഞെടുത്ത് ഇന്ന് രാത്രി അവന്റെ നാമം യഹോവ നിസി. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കഠിനതയിൽ അസ്ഥികൾ ഉണങ്ങി ഞരമ്പുകൾ ബന്ധം വിട്ട്
മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ ആരോ ചെവി മന്ത്രിച്ചു, നീ മരിച്ചു പോകുമെടാ. പക്ഷെ ആത്മാവ് നിറഞ്ഞ ഭക്തൻ പറഞ്ഞു, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും എന്ന് പറഞ്ഞ ഭക്തൻ പേര് മാറ്റി യഹോവ റാഫ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പേര് മാറ്റുന്ന, ഓ ഹല്ലേലൂയ, നിന്റെ വിഷയം എന്താണോ അതനുസരിച്ച് നാമം മാറുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഓ, നിനക്ക് ബലഹീനതയാണോ? പ്രായം 100 ആയതുകൊണ്ട് പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടു. പ്രായം 90 ആയതുകൊണ്ട് സ്ത്രീകൾക്കുള്ള മുറ നഷ്ടപ്പെട്ടു. രണ്ടുപേരും 2 ബലഹീനത. ഉടനെ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പേര് സർവശക്തനെന്ന. ഹലോ, നിനക്ക് 2 പേർക്ക് ശക്തിയില്ലെങ്കിൽ എൻ്റെ പേര് മാറിയെന്ന്. നിനക്ക് ശക്തിയില്ലെങ്കിൽ എൻ്റെ പേര് സർവശക്തനെന്ന. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്ന രാത്രി സർവശക്തിയുള്ള, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, ജയത്തിന്റെ കൊടിയായ യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമാ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കോവിഡ് ആണോ? ഒമൈക്രോൺ ആണോ? ഹാർട്ടിന്റെ വാൽവിൻ ബ്ലോക്ക് ആണോ? ബ്രെയിൻ ട്യൂമർ ആണോ? ലുക്കേമിയ ആണോ? വൈറൽ ഫീവർ ആണോ? യേശുവിന്റെ പേര് യഹോവ റാഫ. പറയണം, നീ പറഞ്ഞു പ്രാപിക്കണം. ഇതിനകത്തുനിന്ന് ഒറ്റ രോഗിയായിട്ട് വെളിയിൽ പോകല്ലേ. ആ കെട്ടിന്റെ അത് അഴിക്കുമെന്ന്. പിന്നെ അത്ഭുതങ്ങളുടെ കർത്താവ് ഇവിടെ വന്നിട്ടില്ലേ? നീ വിചാരിക്കുന്ന പോലെ അല്ലെന്ന്. അവന്റെ നാമം ഉയർത്തിയാൽ, അവന്റെ നാമം ഉയർത്തിയാൽ അഴിയാത്ത രോഗബന്ധനങ്ങളില്ല. അവന്റെ നാമത്തിന്റെ ശക്തിയാൽ നിന്റെ രോഗത്തിന്റെ കെട്ടുകൾ അഴിയുകയാ. രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഓക്സിജൻ ലെവൽ താണോ? അസുഖം ന്യൂമോണിയ ആയിട്ട് മാറിയോ? നിന്നെ നിർബന്ധിച്ചുകൊണ്ട് വെന്റിലേറ്റർ ഇട്ടേക്കണം, കൊല്ലാൻ ഇട്ടേക്കുക. നിന്റെ ആ പൈസ മുഴുവൻ അടിച്ചെടുക്കാൻ വേണ്ടി ഇവന്മാർ ചുമ്മാ വെന്റിലേറ്റർ ഇട്ടേക്കുക. നീ അതിലെ വലിച്ചൂരിയും വെച്ചിറങ്ങി വന്ന കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്തൂടെ കേൾക്കുന്നുണ്ട്, വലിച്ചൂരിയും വെച്ചിറങ്ങി വാ. നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഈ നാമത്തെ ഒന്ന് ഉയർത്തിക്കേ. ബെന്തിക്കോസുകാർക്ക് അബദ്ധം പറ്റല്ലേ. നിന്റെ സകല രോഗങ്ങളെ ചുമന്ന, നിന്റെ വ്യാധികളെ ചുമന്ന, നിന്റെ വേദനകളെ വഹിച്ച ഒരു നാമമുണ്ട്. അത് സകല നാമത്തിന് മേലായ നാമമോ. ഓ ബോംബെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന കുമരകംകാരൻ, ഒരു തട്ടാന്റെ മകൻ അഖില്, ഒറ്റ മോനേ ഉള്ളൂ. അവൻ അവിടെ ജോലി കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു എയർപോർട്ടിന്റെ അകത്ത്. അവനെ ബോംബെയിലെ പ്രധാന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ബ്രെയിനകത്ത് ട്യൂമർ അതികഠിനമായിരിക്കുകയാണ്. അവനെ പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റിൽ നാട്ടിൽ കൊണ്ടുവന്നു. നേരെ അമൃതായി കൊണ്ട് ആക്കി. തലയോട്ടി എടുത്തു മാറ്റി മേജർ ഓപ്പറേഷനുകൾ നടന്നു. ഒരു ചെറിയ സുബോധം വന്നപ്പോൾ ഇവൻ ആരോ എൻ്റെ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തു. ഇവൻ ഈ മെസ്സേജ് കേട്ടും വെച്ച് എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്നം IPC കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. തൃശ്ശൂർ മുതൽ റാന്നി വരെ ആ കൊച്ച് മകനോട് ഞാൻ സംസാരിച്ചു. ഹൈന്ദവ മാർഗത്തിൽ ജീവിച്ച് ബ്രെയിൻ ട്യൂമർ വന്ന് വളരെ ഗുരുതരമായ അവസ്ഥയിൽ മേജർ ഓപ്പറേഷനുക്ക് വിധേയനായി മകനോട് തൃശ്ശൂർ മുതൽ റാന്നി വരെ ഫോണിൽ കൂടെ സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ കോവിഡിന്റെ നടുമുറുക്കി ഞാൻ അവനെ റാന്നിയിലെ സ്നാനക്കുളത്തിൽ സ്നാനപ്പെടുത്തി. നല്ല സ്വതന്ത്രം നിങ്ങൾ പറഞ്ഞില്ല. അവന് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ചെക്കപ്പുകളായിരുന്നു.
മുഴുവൻ ചെക്കപ്പും ചെയ്തപ്പോൾ അവൻ്റെ ദേഹത്ത് ക്യാൻസറിൻ്റെ യാതൊരു സിംറ്റവും ഇല്ല. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ കർത്താവിൻ്റെ വേലയ്ക്കായി തന്നെ സമർപ്പിച്ചിരിക്കുക. നിങ്ങൾ സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ്റെ നാമം, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ നാമം പൗലോസ് പറയുകയാണ്, സകല നാമത്തിലും മേലായ നാമമായി ദൈവമുയർത്തി. ദൈവം ഉയർത്താൻ കാരണം, ഒന്നാമത്തെ കാരണം, അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. 6-ാമത്തെ വാക്യം നമ്മൾ കേട്ടല്ലോ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. നാമത്തെ ഏറ്റവും ഉയർത്താനുള്ള ഒന്നാമത്തെ കാര്യം, ദൈവരൂപത്തിലിരുന്നവൻ ദാസരൂപമെടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. മുക്കുവ കുലത്തിൽ മുക്കുവനായി നടന്ന പത്രോസ് എന്ന മനുഷ്യന്റെ കാൽക്കലോട്ടിരുന്നിട്ട് ധരിച്ചിരുന്ന തുന്നലില്ലാത്ത നിലയങ്കി അഴിച്ചു മാറ്റി വച്ചിട്ട് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റിയിട്ട് ആ കാല് രണ്ടും പൊക്കിയെടുത്തൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ആ കൈ കൊണ്ട് വെള്ളമൊഴിച്ച് ആ കാല് കഴുകിയിട്ട് ഒരു തുണി കൊണ്ട് ആ കാല് തുടച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, യഹൂദന്റെ ഇടയിൽ വിലയ്ക്ക് വാങ്ങുന്ന അടിമകൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യം, ദൈവത്തോട് കൂടെ ഇരുന്നവൻ, പ്രൈസ് ദി ലോർഡ്, ദാസരൂപം എടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ 2021 ഒന്ന് ക്ഷമ പറഞ്ഞ് തമ്മിൽ ഒരു സ്വോത്രം പറയാൻ കഴിയാത്ത വിശുദ്ധന്മാരിരിപ്പുണ്ട്. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. കർത്തൃമേശ കഴിഞ്ഞ് സ്നേഹചുംബനം കൊടുക്കാൻ കഴിയാത്ത വിശുദ്ധന്മാരും ഇവിടെ ഇരിപ്പുണ്ട്. സ്വോത്രം കുറവില്ല, അന്യഭാഷയും കുറവില്ല. പക്ഷെങ്കിലും ഒന്ന് ഏറ്റുപറയാനോ താഴാനോ സമർപ്പിക്കാനോ ഉള്ള മനോഭാവം ഇല്ലായിരിക്കുമ്പോൾ നാം ആരാധിക്കുന്ന യേശുവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമായിട്ട് ഉയർത്താൻ കാരണം അവൻ തന്നെത്താൻ താഴ്ത്തി. ഒരു സ്വോത്രം പറയണേ. ഹല്ലേലൂയ. അഖിലാണ്ടത്തെ മെനഞ്ഞവൻ ഒരു മൺകീടത്തിന്റെ കാല് കഴിയെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇന്നിനകത്ത് ദൈവത്തിന്റെ പൈതലെ ഒറ്റ വാക്കി പറഞ്ഞ, രാജാവായിട്ടിരുന്നവൻ ദാസനായി ഇറങ്ങി വന്നു നിന്നെ രക്ഷിക്കാൻ. നിനക്ക് ഇന്ന് രാത്രി പേരും പദവിയും സ്ഥാനവും മാനവും ശുശ്രൂഷയും ഒക്കെ നൽകി ഇന്നത്തെ അവസ്ഥയിലേക്ക് നിന്നെ കരം പിടിച്ചുയർത്താൻ ഉയരത്തിലുള്ളവൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ ദാസരൂപമെടുത്തെങ്കിൽ അവന്റെ നാമം ഇന്ന് രാത്രി നിന്നെ ഉയർത്താൻ മതിയായതാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഭക്തൻ പറഞ്ഞത്, എന്റെ കാലടികൾ നിന്റെ മുമ്പിൽ വച്ചിരിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്, അവൻ ഏറ്റവും താണവനാ. വെള്ളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വെള്ളം ഉണ്ടായ ആ ദൈവപുത്രൻ ഒരു സ്ത്രീ എടുക്ക വന്നിരിക്കുക, എനിക്ക് അല്പം വെള്ളം തരാം. ഓർത്ത് നോക്കിയാൽ എൻ്റെ ഞാനത് വായിച്ചെന്ന് പൊട്ടിക്കരയുക. അഖിലാണ്ടത്തിലെ മുഴുവൻ വെള്ളത്തെ മുഴുവൻ ഉറവയും ആഴത്തിലെ ഉറവയും മേളത്തെ ഉറവയും എല്ലാം ഉണ്ടാക്കി വെള്ളം ഒരു ഭാഗത്തേക്ക് മാറാൻ പറഞ്ഞപ്പോൾ പേടിച്ച് വെള്ളം മാറി. അത്രയും ശക്തിയുള്ളവൻ ഒരു സ്ത്രീ എടുക്ക വന്ന് ചോദിക്കുക, എനിക്ക് അല്പം കുടിക്കാൻ തരാം. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് കിണറ്റുകരയിൽ പോയി നട്ടുച്ചയ്ക്ക് വെയിലത്തിരിക്കുക, തൊട്ടിയും കയറുമായിട്ട് സ്ത്രീ വരുന്നത് വരെ. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബില്ലി ഗ്രഹാം ഒരിക്കലേ ഒരു മനുഷ്യൻ ചോദിച്ചു, ബില്ലി ഗ്രഹാമേ, ഈ ഭൂമി നിങ്ങൾ ഒരാളെ ഉള്ളായിരുന്നു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി
ദാസരൂപമെടുത്ത് ദൈവത്വം വെടിഞ്ഞിറങ്ങി വരുമായിരുന്നു. ബില്ലി ഗ്രഹാം പറഞ്ഞു, ഭൂമിയിൽ വേറെ മനുഷ്യരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നെങ്കിലും പിതാവ് പുത്രനെ അയച്ചേനെ, കാരണം എൻ്റെ വില ഭൂലോകത്തെ കാട്ടി വലിയതാ. സ്വത്രം പറയണേ, നീ ഇന്ന് രാത്രി സാധാരണ വ്യക്തിയല്ല. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നെങ്കിലും ഞാൻ പാപിയായതുകൊണ്ട് പാപിയായ ഞാൻ നിത്യ നരകത്തിലേക്കും നിത്യ മരണത്തിലേക്കും വീഴാതിരിക്കാൻ എനിക്ക് വേണ്ടി പുത്രനെ അയക്കാൻ കഴിയുന്ന പിതാവിന്റെ സ്നേഹം എത്രയോ വലുതാ. ഈ രാത്രി ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. നിന്റെ സ്ഥിതി മാറ്റാൻ, നിന്റെ പാപത്തിന്റെ കെട്ടഴിക്കാൻ, നിന്റെ ശാപത്തിന്റെ കെട്ടഴിക്കാൻ, നിന്റെ രോഗത്തിന്റെ കെട്ടഴിക്കാൻ അവൻ ദൈവമായിരിക്കെ. ഞാൻ ചെറുവക്കൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പം ആ പ്രസംഗ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. യേശുവിനിപ്പോൾ ആരാണെന്നൊന്നും വിഷയമല്ല. ആര് വന്നാലും ഒറ്റ കാര്യം പറയാനുള്ളൂ, എൻ്റെ അടുക്ക വന്നതാണോ ഇനി മേലാൽ, അത്രയേ ഉള്ളൂ. അതിനു മുമ്പേ നീ ആരാണെന്നൊന്നും കർത്താവിന് വിഷയമല്ല. ഇപ്പം തന്നെ നാട്ടുകാരെല്ലാം കൂടെ കൂടി രണ്ട് കയ്യിൽ ഓരോ കല്ലും പിടിച്ചോണ്ട് ഒരു പെണ്ണുമ്പിള്ളി ഓടിച്ചോണ്ട് വന്നേക്ക്. സ്വതന്ത്രം. അവൾ ഓടിക്കാതെ യേശുവിൻ്റെ പിന്നെ വന്നിട്ട് നിൽക്കുക. ഇവർ വന്നവരെല്ലാം പറഞ്ഞ്, കർത്താവേ, ഇവിടെ വ്യഭിചാര കർമ്മത്തിൽ നേരിട്ട് ഞങ്ങൾ പിടിച്ചോണ്ട് വന്നേക്ക്. ഇവിടെ കല്ലെറിഞ്ഞു കൊള്ളുന്ന ആ മോശയുടെ ന്യായപ്രമാണം നീ എന്നോ പറയുന്നു. എടാ, വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചെടുത്ത് വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലണ്ടേ? അതല്ലേ നിയമം. പിടിച്ചെടുത്ത് വെച്ച് കൊല്ലാതെ 8 മൈൽ ഓടിച്ചോണ്ട് വന്നേക്കുക, പേപ്പട്ടിയെ ഓടിക്കുന്ന പോലെ. അപ്പൊ അതിനകത്തൊരു കൊടുക്കില്ലേ? ഹലോ, പക്ഷെ എറിഞ്ഞു കൊല്ലാനാണെങ്കിൽ അവിടെ വെച്ച് കൊല്ലണ്ടേ? പിടിച്ചപ്പോഴെ തട്ടണ്ടേ? ആഹാനെ കൊന്ന പോലെ കൊല്ലണ്ടേ? ഇത് ഓടിച്ചോണ്ട് വന്നേക്ക് യേശുവിൻ്റെ അടുക്കൽ. കാരണം ന്യായപ്രമാണം എഴുതിയത് യേശുവാ. ഹലോ, മോശ തൃക്കാക്കര ഇരുന്നപ്പോൾ തിരുവചനങ്ങൾ എഴുതിയത് ഈ യേശുവാ. ആ യേശുവിന് മാത്രമേ ഈ നിയമം മാറ്റാനോ വ്യതിചലിപ്പിക്കാനോ ഒക്കത്തുള്ളൂ. പ്രീസലോ. അയ്യോ, കഴിഞ്ഞാണ്ട് ഒരു കർഷക നിയമം ഉണ്ടാക്കിയിട്ട് മാറ്റാൻ വന്ന പങ്കപ്പാടി എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പാടാന്ന്. അപ്പൊ എഴുതിയേക്കുന്ന നിയമം വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണം. നിയമം എഴുതിയവൻ നിലത്തോട്ടെഴുതി നിയമം മാറ്റി, നിങ്ങളിൽ പാപമില്ലാത്തവർ, അത് പിന്നെ എഴുതി ചേർത്താ. സ്വതന്ത്രം പറഞ്ഞില്ല. ഹലോ, ആദ്യം എഴുതിയേക്കുന്ന അച്ഛാ വ്യഭിചാരം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞ്, അതാ നിയമം. ആ നിയമത്തിൻ്റെ അടിയിൽ എന്തേലും എഴുതണേ ആർക്കേ ഒക്കത്തുള്ളൂ? വള്ളിയോ പുള്ളിയോ മാറ്റാൻ വേറെ ആർക്കും ഒക്കത്തില്ല. അപ്പൊ എൻ്റെ താഴോട്ട് എഴുതി. സ്തോത്രം. അത് കല്ലേല എഴുതിയത്, ഇത് നിലത്തോട്ട് എഴുതി. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസലോ. വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ കല്ലേൽ എഴുതി സീനായി പർവ്വതത്തിൽ. ഇവിടെ ഇതാ മണ്ണിലെഴുതി, നിങ്ങളിൽ പാപമില്ലാത്തവൻ. അതിനകത്തൊരു വാക്കുണ്ട്, മൂത്തവൻ മുതൽ ഇളയവൻ വരെ. അപ്പൊ ഇവർ സംഘടിതമായിട്ട് ചേട്ടനും വനും അല്ലേ ഈ പരിപാടിക്ക് പോകുന്നവരാ. അങ്ങനല്ലേ ചെറുതേക്കുന്നത്? മൂത്തവൻ മുതൽ. ഇനി വായിച്ചതിൻ്റെ തെറ്റല്ലല്ലോ. ആ, പ്രൈസലോ. ഈ കാര്യത്തിൽ ഇവർ ചേട്ടനും വനും എല്ലാം യൂണിയനാ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പോയാൽ നമ്മുടെ അന്തരീക്ഷം പോകും. പ്രൈസലോ. മൂത്തവൻ മുതൽ ഇളയവൻ വരെ കല്ലിട്ടേച്ച് പോയി. കാരണം ഈ നിൽക്കുന്നതിനകത്ത് ചേട്ടനും അനിനും എല്ലാം ഒരുപോലെ, ആർക്കും എറിയാനൊക്കത്തില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സ്ത്രീ ഒറ്റയ്ക്കായി. യേശു വെച്ച്, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലേ, ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. എന്നാ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ ഇത്രയും നാൾ പരസ്യമായിട്ടൊക്കെ ഇത് ചെയ്യുമായിരുന്നു, പക്ഷെ എൻ്റെ അടുക്ക വന്നതുകൊണ്ട് ന്യായപ്രമാണത്തിനടി ഞാൻ ഇത്ര എഴുതി ചേർത്തുകൊണ്ടു ഇനി മേലാൽ, ബാക്കി എല്ലാവരും പറഞ്ഞേ, ഇന്ന് രാത്രി നാമത്തെ ഉയർത്തുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇനി മേലാൽ, പറയെല്ലാരും കൂടെ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ് അടുക്കൽ വാതുക്കലായതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ഗണത്തോട് എനിക്ക് ഓർപ്പിക്കാനുള്ള ഇനി മേലാൽ. 38 വർഷമായിട്ട് കുളക്കര കിടക്കുക. കർത്താവ് അവൻ്റെ അടുക്ക ചെന്ന് വെച്ച് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെന്ന് ചോദിച്ചു. മനസ്സുണ്ടെന്ന് ചോദിക്കാൻ കാരണം, ഇവൻ്റെ കൂടെ കിടന്ന മുഴുവൻ പുള്ളികളും ഓരോ ദിവസവും സൗഖ്യം പ്രാപിച്ച് പോവാം, ഇവൻ മാത്രം ഇങ്ങനെ കിടക്കുക. കാരണം ഇവൻ്റെ മനസ്സിൽ ഭയങ്കര അസൂയം കുശുമ്പുള്ളവനാ, മിണ്ടുന്നില്ല. ഇവന് സോക്കേട് വരാൻ ഒരു കാരണമുണ്ട്, അത് യേശു പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ സ്വഭാവം നോക്കിക്കോണം, യേശു ഇവനെ സൗഖ്യമാക്കി. എന്നാ താങ്ക്സ് കർത്താവേ, ഒരു നല്ല വാക്ക് പറയണ്ട അച്ഛാ, നന്ദി. 38 വർഷം ഈ കിടപ്പാണ്, നീ ജനിക്കുന്ന മുമ്പേ കിടക്കാൻ തുടങ്ങിയതാ, നീ വന്നെന്നെ പിടിപ്പിച്ചല്ലോ, നന്ദിയുണ്ട്.
എന്ന് പറയാതെ ഇവന് കേട്ട മാതി ഒറ്റ പോക്ക. പക്ഷെ കർത്താവ് പുറകെ പോയി ഇവനെ പള്ളി വെച്ച്, ഇവനെ ആദ്യമായിട്ട് പള്ളിയിൽ ചെന്നു. പള്ളി വെച്ച് ഇവനെ കണ്ടു. എവിടെ ഇട്ടാലും പിടിക്കും കർത്താവ്. പറഞ്ഞില്ല. പിന്നെ കർത്താവ് വിടുവിച്ചല്ലേ. അവിടെ ചെന്നിട്ട് ഇവിടെ പറഞ്ഞ അധികം തിന്മയായത് ഭവിക്കുക എന്ന് പറഞ്ഞാൽ കോവിഡ് മാറി, ഒമൈക്രോണും മാറി, അടുത്ത കേസ് നിന്റെ മണ്ടയ്ക്ക് വന്ന് അടിക്കാതിരിക്കാൻ ഉണ്ടെന്നില്ല. പിന്നെ നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇന്നലെ വിടിപ്പിച്ച് കർത്താവ് കൊളക്കരയിൽ വെച്ച് 38 വർഷം പിശാച് കെട്ടി അഴിച്ചു. പക്ഷെ എനിക്ക് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. ഞാൻ നിന്നെ തപ്പി നടക്കുകയായിരുന്നു. നീ കഴിഞ്ഞ കൺവെൻഷന് വന്നപ്പോൾ നിന്നാണല്ലോ തല പൊക്കിയേക്കുന്നേ. അതുകൊണ്ട് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. സന്തോഷമുണ്ട്. കരമൊന്ന് ചേർത്തടിച്ച് ഇരത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. ഒന്നാമത് കർത്താവ് ചെയ്തത്, അവൻ ദൈവമായിരിക്കെ അവന്റെ ദൈവത്വത്തെ കുറിച്ച് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയാണ്. എവിടെ ഇരുന്നെന്നറിയാമോ? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൂതന്മാര് 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് ഈ കർത്താവിനെ നോക്കി പറയുകയാണ്, പരിശുദ്ധൻ 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 എന്ന് ഒരുവൻ ഇങ്ങനെ പറയുന്ന ആരാധനയിൽ ഇരുന്ന കർത്താവ് ആ മഹത്വത്തിനകത്ത് നിന്ന് തന്റെ ദൈവത്വം ഉരിഞ്ഞു വെച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? തന്റെ ദൈവത്തോടുള്ള സമത്വം ഉരിഞ്ഞു വെച്ചു. ദൂതന്മാര് ചോദിച്ചു, അല്ലോ ഇതെന്തിനാ ചെയ്യുന്നത്? എബ്രായർ 1:4 അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് ഉടമയായി എന്റെ യേശു. ഒരു ഹല്ലേലൂയ പറയണമേ. അവന്റെ മുമ്പിൽ മുഖം നോക്കാൻ കഴിയുന്ന ഒറ്റ ദൂതൻ സ്വർഗത്തിലില്ല. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നാർക്കുന്ന ദൈവകുമാരൻ വെറും മൺകീടമായ എന്നെ നിങ്ങളെ തേടി താണലോകത്തിലേക്ക് വരുമ്പോൾ ദൈവത്വം ഉരിഞ്ഞു വെച്ചു, സമത്വം വിട്ടുകളഞ്ഞു, തേജസ്സും മഹിമയും ഉരിഞ്ഞു വെച്ചു. എന്നിട്ട് ഒരു ദാസന്റെ രൂപമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഒരു ഹല്ലേലൂയ പറയണേ. ഹല്ലേലൂയ. 33.5 വർഷം മനുഷ്യനായി വിളങ്ങി. നമുക്ക് കഴിയുന്നുണ്ടോ രക്ഷിക്കപ്പെട്ട ശേഷമെങ്കിലും മനുഷ്യനായി വിളങ്ങാൻ? ഹലോ, 33.5 വർഷം മനുഷ്യനായി വിളങ്ങി. ഈ ലോകത്തെ നോക്കി വെല്ലുവിളിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും പാപത്തെ കുറിച്ചൊരു ബോധം എനിക്ക് വരുത്താമെങ്കിൽ. മനുഷ്യനായി വിളങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അവനെ നോക്കിയിട്ട പൗലോസ് കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യലേഖനം 8-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അത് സൈമൻ സാർ പാടിയേക്കുന്നൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങൾ പിന്നെ അത് പാടണം കേട്ടോ. എനിക്ക് വലിയ പാട്ടൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. 2:9 വായിച്ചേ. 8:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും. എല്ലാരും ഒന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവന്റെ നാമത്തെ സകല നാമത്തിലും മേലായ നാമമായിട്ട് ഉയർത്താൻ അവൻ സമ്പന്നനായിരുന്നപ്പോൾ തന്നെ അവൻ ദരിദ്രനായി. എന്തിനെന്നറിയാമോ? നിന്നെ സമ്പന്നനാക്കാൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നെ സമ്പന്നനാക്കാൻ സാക്ഷാൽ സമ്പന്നനായവൻ. അതല്ലേ അല്ലേ സൈമൻ സാറ് പറഞ്ഞേ, പരമസമ്പന്നനീ ധരണിയിലേറ്റം
ദരിദ്രനായി തീർന്നു മനസ പരമസ കരമടിച്ചൊന്ന് പാടാം. ധരണിയിലേറ്റം ദരിദ്രനായി നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ സംഗതിയോ. ദൈവ കരുണയിൻ നാവാൽ വന്യമോ. ദൈവ കരുണയിൻ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി. കുരിശു ചുമന്നവൻ ഗിരി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി. വിരിച്ചു കൈകാൽ ചലിക്കിരുമ്പാണികൾ താറപതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ചലിക്കിരുമ്പാണികൾ താറപതി സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണ നമ്മുടെ കരോ ശബ്ദം ദൈവത്തെ സ്തുതിച്ചേ. പരമദരിദ്രനായ നമ്മെ പരമസമ്പന്നനാക്കാൻ പരമസമ്പന്നനായിരുന്ന കർത്താവ് ദരിദ്രനായി തീർന്നു. ഈ ഉലകത്തിൽ പിറക്കാൻ ഒരു സ്ത്രീയുടെ ഉദരവും ഗർഭപാത്രവും വാടകയ്ക്കെടുക്കേണ്ടി വന്നു. ഈ ഉദരത്തിൽ പിറന്നു വീഴാൻ ഒരു കാലിത്തൊഴുത്തിന്റെ പുൽത്തൊഴുത്ത് വാടകയ്ക്കെടുക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് നിന്ന് പ്രസംഗിക്കാൻ ഇന്ന് രാത്രി ഞാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബഹുമാനരായ ചർച്ച് ഓഫ് ഗോഡ് കല്ലുമല സഭയുടെ ലീഡേഴ്സ് ഒരു നല്ല സ്റ്റേജ് ഒരുക്കിയിട്ടിരിക്കുകയാ. പക്ഷെ പരമസമ്പന്നൻ സ്റ്റേജ് ആരും കൊടുക്കാഞ്ഞുകൊണ്ട് പുഴുത്ത മത്തിയുടെ നാറ്റമുള്ളൊരു പടകിനകത്ത് പത്രോസ് ദയ കൊണ്ട് നീക്കിക്കൊടുത്തത് കൊണ്ട് ആ പടകിനകത്ത് നിന്ന് പ്രസംഗിച്ചത്. പ്രസംഗിക്കാൻ സ്വന്തമായൊരു പ്രസംഗവേദിയില്ലായിരുന്നു. ഹല്ലേലൂയ. കഴിക്കാൻ ഒരു നേരം ആഹാരമില്ലാഞ്ഞിട്ട് ഒരു അത്തിയുടെ ചവിട്ടി പോയി ഓരോ ഇലയുടെ നോക്കുകയാ. ഒരു ചെറിയ അത്തിക്ക കിട്ടുമോ എന്നറിയാൻ മനസ്സിലാകുന്നുണ്ടോ? കുടിക്കാൻ വെള്ളമില്ലാഞ്ഞിട്ട് ഒരു കിണറ്റുകരയിൽ വന്ന് ഒരല്പം വെള്ളത്തിനായിട്ടിരിക്കുകയാ. സഞ്ചരിക്കാൻ ഇവിടെ എല്ലാവർക്കും BMW ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സഞ്ചരിക്കാൻ ഒരു കഴുതയെ വാടകയ്ക്കെടുത്തു. അല്ലെ കൊണ്ടുപോയ ക്രൂശ് സ്വന്തമല്ല, അത് വാടകയ്ക്ക് കിട്ടിയതാ. അടയ്ക്ക് കല്ലറവല്ലവരുടെയുമാ. ഇവിടെ അടക്കം മുതൽ ജനനം വരെ, ജനനം മുതൽ അടക്കം വരെ എല്ലാം വായ്പ എടുത്തവനെ കുറിച്ച് പൗലോസ് പറയാണ്, പരമസമ്പന്നനായിരുന്നവൻ. ചേർന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കണമേ. ഇന്ന് രാത്രിയിൽ നിന്റെ ദാരിദ്ര്യം മാറ്റാൻ ആരാധിക്കാൻ വരുമ്പോഴേ ഈ കാണുന്ന സംഗീതോപകരണങ്ങളുടെ താളലയത്തിലൊന്നും അല്ല ആരാധിക്കണ്ടേ. അതൊക്കെ നമുക്ക് വേണം. നല്ല കുഞ്ഞുങ്ങളുണ്ട്, അതൊക്കെ വേണം. പക്ഷെ നീ ആരാധിക്കേണ്ടത് ദൈവത്വം വെടിഞ്ഞ് ദാസരൂപമെടുത്ത് മനുഷ്യനായി വിളങ്ങി പരമസമ്പന്നനായിരുന്നിട്ടും നിന്നെ സമ്പന്നനാക്കാൻ ദരിദ്രനായ യേശുവിന്റെ സ്നേഹമോർത്തു വേണം നീ ദൈവത്തെ ആരാധിക്കുവാൻ. എത്ര പേർക്ക് രാത്രി സന്തോഷമുണ്ട്? പരമാർത്ഥയുടെ കരമടിച്ച് ആരാധിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? നീ അവന്റെ ആ വലിയ സ്നേഹമോർത്ത്
അതുകൊണ്ടല്ലേ കാൽവരുടെ ചുവട്ട് എന്ന യോഹന്നാൻ വയോധികനായപ്പോൾ നമ്മോടൊരു കാര്യം പറഞ്ഞു. ആ ക്രൂശിലേക്ക് തന്നെ നോക്കി, തല തോളിലേക്ക് ചായച്ച്, മുൾക്കിരീടം ധരിച്ച്, രോമം പിഴുതു പറിച്ച്, ബിലാപ്പുറ കുത്തിക്കീറി, 2 കാല് ചേർത്ത് വെച്ചൊരു കാരിരുമ്പാണി അടച്ച്, 2 കൈകളിൽ കാരിരുമ്പാണി അടച്ച്, തലയിൽ ആ മുൾക്കിരീടം വെച്ച് കിടക്കുന്ന യേശുവിനെ ചൂണ്ടിപ്പറഞ്ഞ്, കാൺമീൻ, നാം ചർച്ചോക്കോട് കല്ലുമല എന്ന് പറയാൻ. ഹലോ, സ്വതന്ത്രം പറഞ്ഞില്ല. നാം ദൈവമക്കൾ എന്ന് പറയാൻ. ഓ, പിതാവ് കാണിച്ച സ്നേഹം നോക്കിക്കേ. ഇന്ന് രാത്രി നോക്കേണ്ടത് അങ്ങോട്ടാ കേട്ടോ. എല്ലാ കണ്ണും ആ കാൽവറിയിലേക്ക് നോക്കണം. നിന്നെ നീയാക്കി മാറ്റാൻ കാൽവറിയിലേക്ക് നോക്കുവാൻ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുക. കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാ. അതല്ലേ എബ്രായ ലേഖന കർത്താവ് ചോദിച്ചത്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്താ ദൈവത്തിന്റെ മനസ്സലിവ്? ഞങ്ങളുടെ അടുത്തൊരു ചന്തയുണ്ട്, പൊന്തമ്പഴ ചന്ത എന്നാ അതിന്റെ പേര്, അറിയാമല്ലേ? കന്നാലി ലഭിക്കുന്ന സ്ഥലമാണ് പൊന്തമ്പഴ ചന്ത. അവിടെ മാസത്തിലൊരു ദിവസം കന്നാലി കച്ചവടമുണ്ട്. അപ്പൊ ഈ ആടിനെയും പശുവിനെയും എല്ലാം രാവിലെ ഒരു 4 മണിയാകുമ്പോഴേ റോഡെ വലിച്ചോണ്ട് പോകും. അതിന് മുന്നേ ഒരു പിടി കൊന്നയിലയോ അല്ലെങ്കിൽ മുരിക്കിൻ്റെ ഇലയോ ഒക്കെ കാണിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇതിൻ്റെ ആഗ്രഹം നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് തീറ്റി നന്നാക്കാനാണ്. സ്തോത്രം. പൊന്തമ്പഴ ഇത് കാണിച്ചുകൊണ്ട് പോകും. പൊന്തമ്പഴ ചെല്ലുമ്പോൾ അത് അങ്ങോട്ടിടും, ആർക്കെങ്കിലും വിൽക്കും, അവനന്ന് വൈകുമ്പോഴത്തേന് അതിനെ കറിയാക്കും. സ്തോത്രം. അതുപോലെ മൃത്യു നമ്മെ മേയ്ക്ക് വരുന്നേ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? മൃത്യു നമ്മെ മേയ്ക്കായിരുന്നു, മരണത്തിലേക്ക് വലിച്ചിഴച്ചോണ്ട് പോകുകയായിരുന്നു. വാതിക്ക വന്ന സംഹാരകൻ നിന്റെ കതക് തള്ളി തുറക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, അവൻ ഞെട്ടി പുറകോട്ട് മാറിയത് മാസ്ക് കണ്ടൊന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കണ്ടുകൊണ്ടാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ അവനെ നോക്കി വേണം ആരാധിക്കുവാൻ. ഓ ഈ കടശി രാത്രിയിൽ ആരാധിക്കാതെ ആരും പോകല്ലേ കേട്ടോ. ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കിയ ഒരു സുവർണാവസരമാ ഇന്ന് രാത്രി കാൽവറിയെ നോക്കി. ഹല്ലേലൂയ. അർത്തുരജാലകരം നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഒന്നുകൂടെ ശക്തിയായി കർത്താവിനെ സ്തുതിച്ചേ. Praise the Lord. Praise the Lord. ഈ ഗെത്സമനെ കടന്ന് കരഞ്ഞപ്പോഴേ കർത്താവ് പറയാണ്, പിതാവേ, നിന്റെ അടുക്കൽ ഞാൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഉരിഞ്ഞു വെച്ചപ്പോൾ മഹത്വം ഊരി വെച്ചായിരുന്നു. ഹലോ, ഇപ്പൊ യാചിക്കുക, ഊരി വെച്ച മഹത്വം തിരിച്ചു കിട്ടാൻ വേണ്ടി. ഗെത്സമനെ കവിണ് വീണ് കിടക്കുക. പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞാൽ ആ മഹത്വം മുഴുവൻ നിന്നെ മഹത്വമുള്ളവനാക്കാൻ, നിന്നെ മഹത്വമുള്ളവളാക്കാൻ, ആ മഹത്വം മുഴുവൻ ഉരിഞ്ഞവിടെ വെച്ചെങ്കിൽ, ഓ പൗലോസ് പറയാണ്, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മരണത്തോളം. അടുത്ത പദമ ഭയങ്കരം. ക്രൂശിലെ മരണം, സ്വാഭാവിക മരണമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഗദസമന തോട്ടത്തിൽ വെച്ച് മരിച്ചു പോകാനുള്ള സകല സാധ്യതയുമുണ്ടായി കേട്ടോ. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം, സകല മാനവജാതിയുടെയും മേൽ വീണ ദൈവിക ശാപം, മനുഷ്യജാതിയുടെ മേൽ പകർന്ന മുഴുവൻ രോഗം, പ്രൈസ് ദി ലോർഡ്, ഒരു മനുഷ്യന്റെ മേൽ ചുമത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും പാപവും, എല്ലാവരുടെയും ശാപവും, എല്ലാവരുടെയും മരണം ഏക മനുഷ്യനായ ആദാം നിമിത്തം ഏക മനുഷ്യനായ ക്രിസ്തുവിന്റെ മേൽ ചുമത്തുമ്പോൾ രക്തധമനികൾ വലിഞ്ഞു പൊട്ടി. ഓരോ രോമകൂപത്തിൽ കൂടെയും വലിയ രക്തത്തുള്ളി, വിയർപ്പ് തുള്ളിയായി വീണു. രക്ത അണലി കടിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ് തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വലിയ വിയർപ്പ് തുള്ളി പോലെ നിലത്തേക്ക് പതിച്ചപ്പോൾ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്നവരോട് കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന ചെയ്യുകയും ചെയ്യുമ്പോൾ പുത്രനെങ്കിലും ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടിയത്. അവിടെ വെച്ച് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രി PC ചെറിയാൻ പ്രസംഗിക്കേണ്ടി വരത്തില്ലായിരുന്നു. ദൈവം ഇറങ്ങി വന്നത് മരണത്തോളം, ബാക്കി പറഞ്ഞേ, ക്രൂശിലെ, സ്വത്രം പറയണേ, ക്രൂശിലെ മരണത്തെ ഗദസമനി ഇല്ലാതെയാക്കാൻ പിശാച് സകല അടവും നോക്കിയെങ്കിലും പുത്രനെ തമ്പുരാൻ ദൂതനെ വിട്ട് ബലപ്പെടുത്തി ആ പദ്ധതിയെ പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്. ചാട്ടമാറ് കൊണ്ട് 39 അടി കൊള്ളേണ്ട കാര്യമില്ല ഒരു മനുഷ്യൻ ചാകാൻ. അതിനു മുമ്പ് ഒരുമാതിരിപ്പെട്ടവനൊക്കെ ചാകും. പക്ഷെ 39 300 അടിച്ചിട്ടും യേശു ചത്തില്ല. കാരണം എന്നാന്നറിയാമോ? അവന്റെ മരണവിധി ക്രൂശിലെ മരണമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവന്റെ വിലാപ്പുറത്ത് കുത്തുന്നു, അവനെ ചാട്ടവാറിന് അടിക്കുന്നു, അവനെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു, അവനെ ചമ്മട്ടിക്ക് അടിക്കുന്നു, അവനെ തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ചുറപ്പിക്കുന്നു, രോമം പിഴുതു പറിയിക്കുന്നു. പക്ഷെ മരണം പേടിച്ച് മാറി നിൽക്കുകയാ. മനസ്സിലാകുന്നുണ്ടോ? കാരണം ദൈവത്വം വിടുമ്പോൾ, ദാസരൂപം എടുക്കുമ്പോൾ, മനുഷ്യനായി വിളങ്ങുമ്പോൾ സ്വർഗത്തിനൊരു തീരുമാനമുണ്ട്. മരിക്കുന്നത് ക്രൂശിലാണ്. കാരണം ഒരു മരത്തിന് മറച്ചാണ് പാപിയായ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പിശാച് അകറ്റിയതെങ്കിൽ മനുഷ്യനെ മറച്ച മരത്തെ സ്വന്തം ശരീരം കൊണ്ട് മറച്ചിട്ട് നമുക്ക് നിത്യരക്ഷ ഉറപ്പാക്കിയ ഈ രാത്രി മൗനമായിരിക്കാതെ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് അത് ക്രൂശിന്മേൽ മരിക്കേണ്ടതിന് ഇറങ്ങി വന്ന് ശക്തിയോടെ അല്പനിമിഷങ്ങൾ ഈ മഹാദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി, ആ ക്രൂശിലെ മരണത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ, നിന്റെ സൗഖ്യത്തിന്റെ മേൽ, നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളുടെ മേൽ ഒക്കെ പിശാചിട്ട എല്ലാ കനത്ത കരങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിന്റെ ശക്തിയാൽ തമ്പുരാൻ ഉടച്ചു മാറ്റുകയോ. ചൂടാ രബല രഗന രഗദേ വൈദേ റിമനെ ഹർത്തേ മനഗ. ഓ രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഴുതുകയാണ്, സകല നാമത്തിലും മേലായ നാമമായി അഭിഷക്തനായ രക്ഷകനാകുന്ന കർത്താവ് എന്നെല്ലാ നാവും ഏറ്റുപറയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭാരതത്തിൽ 33 കോടി ദൈവങ്ങളെയും 6000 കോടി അസുരഗണങ്ങളെയും ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കുന്നവനൊക്കെ യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ഈ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. യേശു തന്നെ, യേശു തന്നെ, യേശു തന്നെ കർത്താവെന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലക്ഷ്യമുണ്ടോ? സുവിശേഷത്തെ കുറിച്ച് ലക്ഷ്യമുണ്ടോ? പട്ടണത്തിലെ പാപിയായ ശമരിയക്കാരിക്ക് പ്രസംഗം അറിയത്തില്ല. വടക്കിന്ത്യയിലെ ബൈബിൾ കോളേജിലും പഠിച്ചില്ല, കേരളത്തിലെ ബൈബിൾ കോളേജിലും പഠിച്ചില്ല.
പക്ഷെ അവള് ശമരിയ പട്ടണത്തിൽ ചെന്ന് 5 മിനിറ്റ് ശമരിയ പട്ടണത്തിൽ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവിടെ പ്രസംഗം ഇത്രയേ ഉള്ളൂ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പാപത്തെക്കുറിച്ച് മുഴുവൻ ബോധം വരുത്തിയ ഒരു പ്രവാചകനെ ഞാൻ കണ്ടു. അവർ ചോദിച്ചു എവിടാ, വന്ന് കാണും. ഇത്രയുള്ള അവിടെ പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. 7 പോയിന്റ് ഒന്നും ഇല്ലച്ചാ. നമ്മൾ 7 പോയിന്റ് പ്രസംഗിച്ചാലും പിന്നെ പ്രാർത്ഥിക്കുന്ന ആൾ കയറി 9ാമത്തെ പോയിന്റ് പറഞ്ഞിട്ടല്ലേ നിർത്തത്തുള്ളൂ. ഈ പോയിന്റ് എല്ലാം വേണ്ട ആരും രക്ഷിക്കപ്പെടുന്നുണ്ടോ? അയ്യോ, മൊത്തം പോയിന്റും പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഹീബ്രുവിലൂടെ പ്രാർത്ഥിച്ചു കളയും. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അച്ഛാ, അവക്ക് ഹീബ്രു അറിയത്തില്ല, ഗ്രീക്ക് അറിയത്തില്ല, പ്രൈസ് ദി ലോർഡ്, പൊയ്നിക്കോ അറിയത്തില്ല. അവക്ക് ആകെ അറിയാവുന്നത് എൻ്റെ പാപം ബോധം വരുത്തി ഒരുത്തനെ ഞാൻ കണ്ടു. അവനൊരു പ്രവാചകനാണ്. അവർ ചോദിച്ചു എവിടെയാ, അല്ലേ വന്ന് കാണാൻ പറഞ്ഞു. കൂട്ടിക്കൊണ്ടടക്കുവാൻ പറഞ്ഞു. ഇനി നിന്റെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു. അല്ലേ, മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് സുവിശേഷത്തെ കുറിച്ച് ലക്ഷ്യമുണ്ടോ? നിന്നെ നീ ആക്കി തീർത്ത യേശുവിനെ പ്രസംഗിക്കാൻ നിനക്ക് മടിയുണ്ടോ? ആ യേശുവിനെ ആരാധിക്കാൻ മടിയുണ്ടോ? ഇവിടുത്തെ ഗവൺമെന്റ് സ്തുതിക്കലെന്ന് പറഞ്ഞാൽ സ്തുതിക്കാതിരിക്കാനാണോ ദൈവം നിനക്ക് ആദരം തന്നിരിക്കുന്നത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ മേലെ ആരെല്ലാം വിലക്കിയാലും, അഗ്രിപ്പാവ് വരട്ടെ, പെരിക്സ് വരട്ടെ, ഹേരോദാവ് വരട്ടെ, കൈസർ വരട്ടെ, പൗലോസിന് ഒറ്റ വാക്കേ ഉള്ളൂ, ഞാൻ ധരിച്ചിരിക്കുന്ന ചങ്ങല ഒഴികെ നീ എല്ലാം എന്റെ യേശുവിനെ അറിയണം. ഓ, ഇതിനകത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിർത്താം, വേഗം നിർത്താം, സമയമാകുക. കർത്താവദാസി ഒരു വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 12:18 വായിച്ചേര്. സ്തോത്രം. ഈ കാല് കഴുകുന്ന ആൾ ആരാണെന്ന് പരിചയപ്പെടുത്തിയേക്കാം. 12:18. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. സീനായിലൊന്ന് ഇറങ്ങിയായിരുന്നേ. ഈ പത്രോസിന്റെ കാല് കഴുകുന്ന ആള് സീനായിലൊന്ന് ഇറങ്ങിയ സംഭവം എഴുതിയേക്ക. നമ്മൾ മിണ്ടുന്നില്ല. ഈ യേശു ആരാന്ന് മനസ്സിലായോ? താഴ്വരെ ജനം നിൽക്കുക. അത് ഈ പർവ്വതത്തിന് 3000 അടി അകലെ നിന്നോണം. മൃഗമെങ്കിലും തൊട്ടാൽ ആ മൃഗത്തെ കൈകൊണ്ട് തൊടുന്നവൻ ശപിക്കപ്പെടും. അതുകൊണ്ട് ദൂരെ നിന്നതിനെ കല്ലെറിഞ്ഞു കൊന്നേക്കണം. അത്ര വിശുദ്ധമാ. ആ പർവ്വതത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തിന് സ്ഥൂലമായതും തീ കത്തുന്നതും കാഹളനാദം, ഗംഭീരധ്വനി, മേഘതമസ്, വാക്കുകളുടെ ശബ്ദം, കൂരിരുട്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ വ്യക്തി ഇപ്പന്തേ ഒരു കന്നാരി കൂട്ടി കിടക്കുക. ചുറ്റാനുള്ള കീറ്റശീലേക്ക് മറിയ എങ്ങാണ്ട് പോയേക്ക്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? 3000 അടി അകലെ 600,000 ജനം പേടിച്ചു നിൽക്കും. പർവ്വതത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇനി ഒരു വാക്ക് പോലും മിണ്ടരുത് എന്ന് പറഞ്ഞ് മോശ പോലും ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്നവൻ ദേ വന്നിട്ട് ഒരുത്തന്റെ കാല് കഴുകുക. എന്തിനെന്നറിയാമോ? സകല നാമത്തിനും. ഈ ഭാരതത്തിൽ ഉയർത്താൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ, ഈ അഖിലാണ്ടത്തിൽ ഉയർത്താൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമമാ. ഏറ്റെടുക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ച് അവരൊപ്പം പറയാൻ ഒരാളില്ല.
ഒന്ന് ശ്രദ്ധിച്ച് നിർത്താൻ പോകുക. നിന്റെ കുഞ്ഞിനെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുകയാണ് ലുക്കേമിയ, ഏറിയാൽ 3 മാസം, അതുകൊണ്ട് ചികിത്സ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ചികിത്സിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നീ പറയണം ഇപ്പം ചികിത്സ വേണ്ട, ഞാൻ വീട്ടിൽ വരെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചികിത്സ വേണേ മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് യേശുവിനെ ആ കാര്യം ഒന്ന് ഏൽപ്പിക്കാമോ? നീ എല്ലായിടത്തും പോയി ഇതെല്ലാം ചെയ്ത് മുടിയും പൊഴിച്ച് മൂക്കിലെ മുടിയും നെറ്റിക്കെ മുടിയും ആ തലയിലെ മുടിയെല്ലാം കളഞ്ഞും വെച്ച് പിന്നെ അല്ലേ ഞങ്ങളുടെ കൊണ്ടിരുന്നേ? അപ്പോൾ തന്നെ ഈ വിഷമല്ലേ ഈ കൊച്ചിൻ്റെ ദേഹത്ത് കയറിയിരിച്ചു, പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഹലോ, നീ ആ ഡോക്ടറെ മിന്നെ വെച്ച്, ആ ഡോക്ടർ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മിന്നെ വെച്ച് ആ ലുക്കേമിയാന്ന് പറയുമ്പോൾ, ഹലോ, ആ ബ്രെയിനെ ട്യൂമറാന്ന് പറയുമ്പോൾ, കണ്ണിന്റെ റെക്റ്റാന പോയെന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിന്റെ മേൽ ഇപ്പൊ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പറയാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആ രോഗം നിന്നെ യേശത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിക്കാവുള്ളൂ. ഇന്ന് രാത്രി ഏത് വിഷയമുണ്ടായാലും ആ നാമത്തെ ഉയരട്ടെ, ആ നാമത്തെ ഉയർത്തട്ടെ. നിന്നെ വിടിവിപ്പാൻ കഴിവുള്ള, നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള, നിനക്ക് വഴി തുറക്കാൻ കഴിവുള്ള ആദ്യം നീ നിന്റെ പാസ്റ്ററെ വിളിക്കണം. പാസ്റ്ററെ, ഞങ്ങൾ ജോസ്താനേരി പാസ്റ്റർ ഇവിടെ ഉണ്ടോ? വന്നോ? അദ്ദേഹം യോഗത്തിനുണ്ടോ? ഉണ്ട്, പുറകിലുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളൊരു വീട്ടിൽ ചെന്നേ, ഒരു ഹൈന്ദവ വീടാണ്. ആ ഹൈന്ദവ വീട്ടിൽ ഒരു 10-25 പേരുണ്ട്, അച്ചായന്മാരും അമ്മമാരും എല്ലാം ആയിട്ട്. അവരുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ കൊച്ച് ഒരു 12 വയസ്സുണ്ട്, അവന് ബ്രെയിൻ ട്യൂമറാണ്. സ്തോത്രം. അപ്പോൾ ആ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് എനിക്കറിയാവുന്ന പോലെയുള്ള അവർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലുള്ള സുവിശേഷം പറഞ്ഞു. എൻ്റെ കൂടെ വന്നേക്കുന്ന പയ്യന് നന്നായിട്ട് അത് പരിഭാഷപ്പെടുത്തി. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി എണ്ണ കൊണ്ടുവരാം. ഒരു 3-4 കുപ്പി എണ്ണ കൊണ്ടുവന്നു. നമ്മളാണെങ്കിൽ ഒരു ചെറിയ കപ്പിനകത്ത് 4 തുള്ളി കൊണ്ടുവരും, നമുക്ക് അത്രയും വിശ്വാസമുള്ളത്. എൻ്റെ ചെറു 3-4 കുപ്പി എണ്ണയും കൊണ്ട് ഞാൻ വന്നു. അത് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേന് ഈ കൊച്ചിൻ്റെ തലയിൽ കൂടെ, കൊച്ചു സീരിയസ് ആയിട്ട് കിടക്കുക, ബ്രെയിൻ ട്യൂമർ വന്ന് ഹോസ്പിറ്റലിൽ നമുക്ക് ഉപേക്ഷിച്ച് കിടക്കുക. അവർ തലയിൽ കൂടെയും നെറ്റിൽ കൂടെയും കാലയിൽ കൂടെ എല്ലാം വാരി പുരട്ടി പ്രാർത്ഥിച്ച് ഭയങ്കര സന്തോഷമാക്കി ഞങ്ങളെ വിട്ടു. പിറ്റേ ഞായറാഴ്ച ആ കൊച്ചിനെ നടത്തിക്കൊണ്ട് വീട്ടിൽ വന്നു. ഓളി വന്നോ പാസ്റ്ററേ? ഇത് ഫോണിൽ കൂടെ 1.5 കോടി കിട്ടുന്ന കേസല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ സ്വത്രം പറയണം. ഞാൻ ജോസ്ദാനിയേൽ പാസ്റ്ററെ വിളിച്ച് ഫോണിൽ കൂടെ 1.5 കോടി കിട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, കർത്താവ് വിടിവിച്ച കാര്യം പറയുവാ. ഞങ്ങൾ പിന്നെ ഒരു കന്നാലിയുടെ ചാണകം മെഴുകിയ വീട്ടിൽ അപ്പുറത്തെ മുറി കന്നാലി, ഇപ്പുറത്തെ മുറിയിൽ യോഗം, ഇപ്പുറത്തെ മുറിയിൽ പശുവിൻ്റെ എരുമയുടെ കെട്ട് എല്ലാം കൂടെ കിടക്കുന്നിടത്ത് പോയി പ്രാർത്ഥിച്ച് കേട്ടോ. അവിടുത്തെ പോയി കൊച്ചിന് പൂതങ്ങളെ കളിച്ചാൽ പ്രാർത്ഥിച്ച് എണ്ണ കൊടുക്കുക. അതിന് ചെവി കൂടൊക്കെ എണ്ണ കോരി ഒഴിക്കുക. ഞാൻ പേടിച്ചിരിക്കുക, ചെവി കൂടൊക്കെ എണ്ണ കോരി ഒഴിക്കുക. പക്ഷെ ആ കൊച്ചു സൗഖ്യമായി. പിന്നെ അവർ പോയുള്ള സ്റ്റേജ് നിറച്ച് വെളിച്ചെണ്ണ കുപ്പി, സ്റ്റേജ് നിറച്ച് ഈ കടുകെണ്ണ കുപ്പി, പിന്നെ വെള്ളം, ഇതെല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കുക. അതെല്ലാം കൊണ്ടുപോയി അവർ പറ്റി അവരെല്ലാം സൗഖ്യമായി. നമ്മുടെ ഇതെല്ലാം ഉണ്ടായിട്ടും വല്ല വിടുതലും ഉണ്ടോ? ഇരിപ്പ് കണ്ടില്ലേ? തോമാശ്രീ അബദ്ധം പറ്റി നേരെ ഇങ്ങോട്ടാണ് വന്നേ. അന്ന് ആ ബീഹാറിലെങ്ങാനും ചെന്നിരുന്നെങ്കിൽ അവരുടെ രക്ഷിക്കപ്പെട്ടനെച്ചാ. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. അദ്ദേഹം ആ ബീഹാറിലോ ഒറീസയിലോ വില ചെന്ന് അവരെല്ലാം രക്ഷിക്കപ്പെട്ടനെ. ഈ അബദ്ധം പറ്റി അവിശ്വാസത്തോടെ നമ്മുടെ ഇടയ്ക്കോട്ടല്ലേ വന്ന് കയറിയേ. അല്ലെങ്കിൽ ഇന്ന് രാത്രി ആ കെട്ടഴിക്കണം. ഇന്ന് രാത്രി സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമത്തെ ഉയർത്താൻ സന്തോഷമുള്ളവര് മാത്രം അഭിഷേകത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ചൂടബാല ഭൈഡരാജ രൗഡവേന വക്ഷമാന. ഹല്ലേലൂയ. അഴിയട്ടെ ചില കെട്ടഴിയട്ടെ. നിന്റെ വിശ്വാസത്തെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ അഭിഷേകത്തെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ ആത്മീയ ചൈതന്യത്തെ കെട്ടിയ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തെ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, സകല നാമത്തിലും മേലായ നാമമായ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൂരവ്യാപകമായ വിടുതൽ. പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാത്രി വിശ്വാസം വർദ്ധിക്കണം, ഈ നാമത്തെ ഉയർത്തണം. കുഞ്ഞുങ്ങൾ ഭാരപ്പെടുമ്പോൾ പറഞ്ഞ മോനെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാ. പ്രൈസ് ദി ലോർഡ്. തലമുറ വഴി അടഞ്ഞിരിക്കുമ്പോൾ OET എഴുതി ആ സ്തോത്ര റിസൾട്ട് നാളെ വരും, ഞെട്ടിയിരിക്കുക. നമ്മൾ ധൈര്യമായിട്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടാ. അവൻ്റെ പേര് യഹോവ നിസി എന്നല്ലേ? സ്തോത്രം പറഞ്ഞില്ല. രോഗം വരുമ്പോൾ അവന്റെ പേര് യഹോവ റാഫ എന്നല്ലേ? ഹല്ലേലൂയ. ഞെരുക്കം വരുമ്പോൾ അവൻ കരുതുന്ന ദൈവമല്ലേ? ഹല്ലേലൂയ. ശരീരം ബലഹീനമാകുമ്പോൾ അവൻ സർവശക്തിയുള്ള ദൈവമല്ലേ? ഇന്ന് രാത്രി സകല നാമത്തിലും മേലായ നാമമായ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. ഓ ജയം, 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 ജയം. അവിശ്വാസങ്ങളെ ഒന്ന് ശാസിച്ചേ, അവിശ്വസ്തകളെ ശാസിച്ചേ, അവിശുദ്ധിയെ ശാസിച്ചേ. ഈ രാത്രി വിശുദ്ധിയുടെ ആഴമേറിയ ഒരു പകർച്ച വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് ആത്മ ചൈതന്യം ഇവിടെ വ്യാപരിക്കട്ടെ. ദൈവകൃപയുടെ വലിയൊരു പകർച്ച ഇവിടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, വരുന്ന തലമുറയ്ക്ക് കൈമാറാൻ നിന്റെ കയ്യിലൊരു നാമം ഉണ്ടായിരിക്കണം. യേശു തന്നെ കർത്താവ്. ഒന്ന് പറഞ്ഞേ, യേശു തന്നെ. എല്ലാവരും പറഞ്ഞേ, യേശു തന്നെ. സ്വർഗം ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. യേശു തന്നെ കർത്താവ്. പ്രാർത്ഥിക്കാം മക്കളെ. യേശുവിന്റെ നാമത്തെ ഉയർത്തി പാടണം കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾ റെഡി ആയിക്കോ. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. പെന്തിക്കോസ്തുകാരെ ഇപ്പം എഴുന്നേൽപ്പിക്കാൻ പേടിയാണ്. കാരണം 8:50 നിർത്താൻ അച്ഛൻ പറഞ്ഞു 8:55 അവിടെ നിങ്ങളവിടെ പെട്ടെന്ന് ഇറങ്ങിപ്പോകല്ലേ. നമുക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പോയാൽ പോവച്ചാ. ഇവരുടെ ധാരണ ഇറങ്ങിപ്പോകാൻ വേണ്ടിയാ എഴുന്നേൽപ്പിക്കാൻ. അങ്ങനല്ല കേട്ടോ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ആരും ഇറങ്ങിപ്പോകല്ലേ, പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് രാത്രി നിന്റെ കെട്ടഴിയുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിൻ്റെ കെട്ടഴി, നിന്റെ തലമുറയുടെ കെട്ടഴി, നിന്റെ ശുശ്രൂഷയുടെ കെട്ടഴി. കഴിഞ്ഞ 2 വർഷം നിന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കാതെ പെരയ്ക്കകത്ത് ഒതുക്കി വെച്ച് ആ പോരിനകത്ത് അഴിയാൻ പോകുകയാ. നിനക്ക് മുൻപോട്ടിറങ്ങാൻ കഴിയാതെ, പരസ്യയോഗം നടത്താൻ കഴിയാതെ, ലോക്കൽ കൺവെൻഷൻ വെക്കാൻ കഴിയാതെ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ വെക്കാൻ കഴിയാതെ, ഏരിയ മീറ്റിംഗ് വെക്കാൻ കഴിയാതെ, വീട്ടു പ്രാർത്ഥന വെക്കാൻ കഴിയാതെ നിന്നെ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തി സൂമിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാക്കി ആ കെട്ട് ഇന്ന് രാത്രി ദൈവം അഴിക്കാൻ പോകുകയാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒരു ദൈവ പ്രവൃത്തി എന്റെ കൂടാരത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുത്തുമെന്ന് ഉറപ്പുള്ളവര് രക്തം ചെയ്യാം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സകല നാമത്തിനും മേലായ നാമമുള്ള സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷക്തന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ അഭിഷക്തന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ലൈവിലൂടെ കണ്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരിക്കുന്ന സകല വിശുദ്ധന്മാരും അടുത്ത ദിവസങ്ങളിൽ ഈ മെസ്സേജ് വീണ്ടും കേൾക്കുന്നവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, വഴികൾ തുറക്കട്ടെ, ശൂന്യതകൾ മാറട്ടെ. ഒരു പുത്തൻ അഭിഷേകത്താൽ, ഒരു പുത്തൻ നിയോഗത്താൽ, ഒരു പുത്തൻ ദൈവകൃപയാൽ
അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. കല്ലുമല ദൈവസഭയ്ക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു വലിയ മുന്നേറ്റം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയത്തോടെ കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിന്ന ഫെലിസ്ത്യ വ്യാപാരങ്ങളെ തകർത്ത ശിംശോനെ പോലെ കല്ലുമല ദൈവസഭ ചില കുന്നുകളെ തരണം ചെയ്യുന്ന, ഒരു വെല്ലുവിളികളെ ജയിക്കുന്ന ഒരു പുത്തൻ അഭിഷേകം നിന്റെ അഭിഷക്തന്മാരുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ.